വെൽക്കം. റഹ്മാനാണ്. ഹീമോഡൈനാമിക്സ് പത്തോളജി വീഡിയോ സീരീസിൽ നമ്മൾ ഈ വീഡിയോയിൽ ഷോക്കിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇത് ഷോക്കിനെ കുറിച്ചിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ ആണ്, സെക്കൻഡ് വീഡിയോ ആണ്. ഇവിടെ നമ്മൾ സെപ്റ്റിക് ഷോക്ക് ആൻഡ് പാത്തോജെനിസിസ് ഓഫ് സെപ്റ്റിക് ഷോക്ക് ആണ് പറയുക. മറ്റു വിവിധ ഷോക്ക്, ഹൈപ്പോവോളിമിക് ഷോക്ക്, കാർഡിയോജനിക് ഷോക്ക് ആൻഡ് അതർ ഷോക്ക്, അതിന്റെ സ്റ്റേജസ്, ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ ഷോക്ക് 1 വീഡിയോയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഓൺലി അബൌട്ട് സെപ്റ്റിക് ഷോക്ക്. സെപ്റ്റിക് ഷോക്കിനെ പറ്റി പറയുമ്പോൾ ആദ്യം നമുക്ക് 3 എൻറ്റൈറ്റീസ് പ്രത്യേകമായിട്ട് പറയണം. ഒന്ന് സെപ്സിസ് എന്താണ് എന്ന് ഒന്ന് പറയണം. 2 നമുക്ക് പറയേണ്ടത് സെപ്റ്റിക് ഷോക്കിനെ പറ്റി തന്നെയാണ്. ആൻഡ് മൂന്നാമത് SIRS എന്ന് പറയുന്ന സിസ്റ്റമിക് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് സിൻഡ്രോം, സിർസ്, അതിനെക്കുറിച്ചും പറയണം. ആൻഡ് ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പ് വൈ സെപ്സിസ് ഈസ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വെരി ഹൈ മോർട്ടാലിറ്റി റേറ്റ് ആണ്. മോർട്ടാലിറ്റി റേറ്റ് ഭയങ്കരമായിട്ട് കൂടുതലാണ് എന്നുള്ളതാണ്. മോർ ദാൻ 50% ആണ് മരണം. ദെൻ രണ്ടാമത് വരുന്ന രോഗികളിൽ അധികവും ഇൻക്രീസ് നമ്പർ ഓഫ് പോപ്പുലേഷൻസ് ആർ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആണ്. ഇമ്മ്യൂണോ കോംപ്രമൈസ് പറയുമ്പോൾ കീമോതെറാപ്പി എടുക്കുന്ന ആൾക്കാർ, ഇമ്മ്യൂണോ സപ്രസൻസ് കഴിക്കുന്നവര്, അഡ്വാൻസ്ഡ് ഏജ് ഉള്ള ആൾക്കാർ, HIV ഇൻഫെക്ഷൻ ഉള്ളവർ, മെറ്റബോളിക് കോമോർബിഡിറ്റീസ് കണ്ടീഷൻസ് ഉള്ളവർ, ഇങ്ങനെയൊക്കെയുള്ള രോഗികൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മരണം സാധ്യതയും പിന്നെയും കൂടും. മൂന്നാമത്തത് ഇൻക്രീസ്ഡ് പ്രെവലൻസ് ഓഫ് മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ഓർഗാനിസംസ് ഉണ്ട്. മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ഓർഗാനിസത്തിന്റെ കൂടുതൽ ഇൻ ഹോസ്പിറ്റൽ സെറ്റപ്പ്, മരുന്നുകളോട് പ്രതികരിക്കാത്ത തരം റെസിസ്റ്റന്റ് ആയിട്ടുള്ള തരം മൈക്രോബിയൽ ഓർഗാനിസംസ് വർദ്ധിച്ചു വരുന്ന ഒരു അവസ്ഥയുണ്ട്. സോ ദീസ് ഓൾ മേക്ക് സെപ്റ്റിക് ഷോക്ക് എ ഹൈ റിസ്ക് സിറ്റുവേഷൻ. അതുകൊണ്ടാണ് സെപ്റ്റിക് ഷോക്ക് ഇസ് വെരി ഇമ്പോർട്ടന്റ് ആവുന്നത്. ബേസിക്കലി സെപ്റ്റിക് ഷോക്ക് ഇസ് ബിക്കോസ് ഓഫ് മൈക്രോബിയൽ ഏജൻസ്, ബാക്ടീരിയ, ഫംഗൈ, അതൊക്കെ മൂലമാണ് പ്രധാനമായിട്ട് ഉണ്ടാകുന്നത്. അല്ലാത്ത ഉണ്ടാകുന്നത് സിർസിൽ ഉണ്ടാകാം. ദെൻ ദർ ആർ സൂപ്പർ ആന്റിജൻസ് വഴി ഉണ്ടാകുന്നതാണ് ടോക്സിക് ഷോക്ക് സിൻഡ്രോം. അങ്ങനത്തെ ഒരു കേസും ഉണ്ട്. സെപ്സിസിനെ ഒന്ന് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ സെപ്സിസ് ഈസ് എ ലൈഫ് ത്രെറ്റനിങ് ഓർഗൻ ഡിസ്ഫങ്ഷൻ കണ്ടീഷനാണ്. ഓർഗൻ ഡിസ്ഫങ്ഷൻ കണ്ടീഷനെയാണ്. ആൻഡ് എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്? കോസ്ഡ് ബൈ ഡിസ്റെഗുലേറ്റഡ് ഹോസ്റ്റ് റെസ്പോൺസ് ടു ഇൻഫെക്ഷൻ. ഇതാണ് സെപ്സിസ്. സോ ഇൻഫെക്ഷൻസ് മൂലം അതിനോടുള്ള ഹോസ്റ്റിന്റെ റെസ്പോൺസിന്റെ ഡിസ്റെഗുലേഷൻ മൂലം ഉണ്ടാകുന്ന ലൈഫ് ത്രെറ്റനിങ് ഓർഗൻ ഡിസ്ഫങ്ഷൻ കണ്ടീഷനെയാണ് നമ്മൾ സെപ്സിസ് എന്ന് വിളിക്കുക. സോ ഇതാണ് സെപ്സിസ്. അപ്പൊ സെപ്റ്റിക് ഷോക്കിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, സെപ്റ്റിക് ഷോക്ക് പറഞ്ഞാലോ ടോക്സിമിക് ഷോക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ സെപ്റ്റിസീമിയ. സോ ദിസ് ഈസ് എ സബ്സെറ്റ് ഓഫ് സെപ്സിസ് ആണ്. സെപ്സിസ് മൂലം ഉണ്ടാകുന്ന കണ്ടീഷനാണ്. എന്തെല്ലാം ഉണ്ട് അതിൽ? പ്രൊഫൗണ്ട് ആയിട്ട്, വളരെയധികം കൂടുതലായിട്ട് സർക്കുലേറ്ററി അബ്നോർമാലിറ്റീസ് ഉണ്ട്. ദെൻ അതിന്റെ കൂടെ സെല്ലുലാർ അബ്നോർമാലിറ്റീസ് ഉണ്ട്. ആൻഡ് ഓൾസോ മെറ്റബോളിക് അബ്നോർമാലിറ്റീസും വളരെയധികം കൂടുതൽ. ആൻഡ് ഇതുമൂലം എന്തുണ്ടാവുന്നു? അസോസിയേറ്റഡ് വിത്ത് ആൻഡ് സംഭവങ്ങൾ ഉള്ളത് കൊണ്ട് അസോസിയേറ്റഡ് വിത്ത് ഗ്രേറ്റർ റിസ്ക് ഓഫ് മോർട്ടാലിറ്റി, ഗ്രേറ്റർ റിസ്ക് ഓഫ് മരണസാധ്യത കൂടുതലാണ്, റിസ്ക് ഓഫ് മോർട്ടാലിറ്റി ദാൻ സെപ്സിസ് അലോൺ. സെപ്സിസ് ഒറ്റയ്ക്ക് വന്നാൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നതാണ് സെപ്റ്റിക് ഷോക്ക്. സെപ്സിസ് മൂലമുള്ള അബ്നോർമൽ കണ്ടീഷൻ ആണ് സെപ്റ്റിക് ഷോക്ക് കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ സബ്സെറ്റ് ഓഫ് സെപ്സിസ് പ്രൊഫൗണ്ട്, characterized with profound circulatory, cellular, metabolic abnormalities and associated with greater risk of morbidity than sepsis alone ആണ് സെപ്റ്റിക് ഷോക്ക്. അപ്പോൾ സിർസോ, SIRS is systemic inflammatory response syndrome ആണ്. ഇത് പക്ഷേ സെപ്സിസ് അല്ല, സെപ്സിസ് ലൈക്ക് കണ്ടീഷൻ ആണ്. സോ ദിസ് ഈസ് എ സെപ്സിസ് ലൈക്ക് കണ്ടീഷൻ ആണ്. ആൻഡ് ഇതിന് കാരണം ഇൻഫെക്ഷൻ അല്ല, ഇൻഫ്ലമേഷൻ ആണ് ഇതിന് കാരണം. സോ ദിസ് ഈസ് ഡ്യൂ ടു ഇൻഫ്ലമേഷൻ, സിസ്റ്റമിക് ഇൻഫ്ലമേഷൻ ആണ് ഇതിന് കാരണം. സോ സിർസ് ഇസ് എ സെപ്സിസ് ലൈക്ക് കണ്ടീഷൻ അസോസിയേറ്റഡ് വിത്ത് സിസ്റ്റമിക് ഇൻഫ്ലമേഷൻ. ഇതാണ് സിർസ്. സോ നോൺ മൈക്രോബിയൽ ഇൻസൾട്ട്സ് ഇൻഡ്യൂസ്ഡ് ആണ്. അപ്പൊ കാരണങ്ങൾ പറഞ്ഞാൽ ട്രോമ ആകാം, ബേൺസ്, നല്ല പൊള്ളലേറ്റൽ ഉണ്ടാകാം, പാൻക്രിയാറ്റൈറ്റിസ് പോലെയുള്ളവ മൂലമുള്ള സെപ്സിസ് ലൈക്ക് കണ്ടീഷനെയാണ് നമ്മൾ സിർസ് എന്ന് പറയാം. നമുക്ക് ആദ്യം ബേസിക് അണ്ടർലൈങ് പാത്തോജെനിസിസ് 6 പോയിന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തി ഒരു പരമാവധി സിമ്പിൾ ആക്കി എന്ന് പറയാം. പിന്നീട് നമുക്ക് ഡീറ്റെയിൽഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് പറയാം. സോ സെപ്റ്റിക് ഷോക്ക് ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും ഗ്രാം പോസിറ്റീവ് ബാസില്ലൈസ് മൂലമാണ്. ഉദാഹരണം സ്ട്രെപ്റ്റോകോക്കൈ, ന്യൂമോകോക്കൈ എക്സെട്ര. ആൻഡ് ഇവ ഉണ്ടാക്കുന്നത് സാധാരണ എക്സോടോക്സിക് സബ്സ്റ്റൻസസ് ആണ്. ലിപ്പോത്തിക്കോയിക് ആസിഡ്സ് അങ്ങനെയൊക്കെ ഉള്ളതാണ് അവയുടെ സെൽ വാളിലുള്ളത്. ദെൻ ഗ്രാം നെഗറ്റീവ് ആണ് രണ്ടാമത്തെ കാരണക്കാർ. ഗ്രാം നെഗറ്റീവ് ബാസില്ല ലൈക്ക് ഈ കോളൈ, പ്രോട്ടിയസ്, ക്ലെപ്സില്ല, സ്യൂഡോമോണാസ്, ബാക്ടീരിയോയിഡ്സ് പോലെയുള്ളവ. ആൻഡ് ഗ്രാം നെഗറ്റീവിന്റെ സെൽ വാളിൽ എന്താ ഉള്ളത്? അവയുടെ സെൽ വാളിൽ ലിപ്പോപോളിസാക്കറൈഡ്സ് ഉണ്ട്, LPS എന്നാണ് നമ്മൾ എഴുതുക. ദെൻ മൂന്നാമത്തെ റീസൺസ് ആർ ഫംഗസ് ആണ്. ഫംഗൽ ഇൻഫെക്ഷൻ മൂലവും ഇതുണ്ടാകാം. ഈ ഓർഗാനിസം ശരീരത്തിൽ വളരെയധികം കൂടുതലെത്തിയാൽ അല്ലെങ്കിൽ ഇവയിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സോടോക്സിൻസ് ഓർ എൻഡോടോക്സിൻസ്
ശരീരത്തിലെത്തിയാൽ നമ്മുടെ ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം ആക്ടിവേറ്റഡ് ആകും. ദെൻ ഓൾസോ അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റവും ആക്ടിവേറ്റഡ് ആകും. ആൻഡ് ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം വഴി കോംപ്ലിമെന്റ് സിസ്റ്റം, കോംപ്ലിമെന്റ് പാത്വേ ആക്ടിവേറ്റഡ് ആകും. ധാരാളം മീഡിയേറ്റേഴ്സ് പുറത്തു വരും. ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ഓർ കോംപ്ലിമെന്റ് സിസ്റ്റത്തിലുള്ള സംഭവങ്ങളൊക്കെ പുറത്തു വരും. ആൻഡ് അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റം വഴി നമ്മുടെ ലിംഫോസൈറ്റ്സ്, മാക്രോഫേജസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിംഫോസൈറ്റ്സ് എല്ലാം ആക്ടിവേറ്റഡ് ഒക്കെ ആക്കി അതിൽ നിന്നും ധാരാളം മീഡിയേറ്റേഴ്സ് പുറത്തു വരും. ആൻഡ് ആക്ടിവേറ്റഡ് എൻഡോത്തീലിയൽസ്, ഇതുവഴിയും അല്ലാതെയുമുള്ള ആക്ടിവേറ്റഡ് എൻഡോത്തീലിയൽ സെൽസ് ആക്ടിവേഷൻ മൂലവും ധാരാളം മീഡിയേറ്റേഴ്സ് പുറത്തു വരും. സോ ഇതെല്ലാം മൂലം ഓൾ ദീസ് തിങ്സ്, 3 കാരണങ്ങൾ മീഡിയേറ്റേഴ്സിന്റെ ഒക്കെ അതിപ്രസരം മൂലം, ഒന്ന് ഇനീഷ്യൽ വാസോ ഡയലേഷൻ ഉണ്ടാകും, ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യും, ആർട്ടീരിയൽ ഡയലറ്റേഷൻ ഉണ്ടാക്കും, BP താഴും, കാർഡിയാക് ഔട്ട്പുട്ട് കുറയും, ഹൃദയത്തിൽ നിന്നുള്ള ബ്ലഡ് കുറയും. 2 വാസ്കുലാർ ലീക്കേജസ് ഉണ്ടാകും. വാസ്കുലാർ ലീക്കേജസ് ബിക്കോസ് ഓഫ് ഇൻക്രീസ്ഡ് വാസ്കുലാർ പെർമിയബിലിറ്റി ഉണ്ടാകും, എഡീമ ഉണ്ടാകും, ടിഷ്യൂ ഡിസ്ഫങ്ഷൻ ഉണ്ടാകും, വീനസ് ബ്ലഡ് പൂളിംഗ് ഉണ്ടാകും. അപ്പോഴും ബ്ലഡിലേക്ക്, ഹൃദയത്തിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയും, കാർഡിയാക് ഔട്ട്പുട്ട് ഒക്കെ കുറയും. ദെൻ എൻഡോത്തീലിയൽ സെൽസ് ആക്ടിവേഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോകോയാഗുലൻ സ്റ്റേജ് എന്ന് നമുക്ക് പറയാം. പ്രോകോയാഗുലൻ സ്റ്റേജ് ഉണ്ടാകും. ആൻഡ് ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം വഴിയും പ്രോകോയാഗുലൻ സ്റ്റേജ് ഉണ്ടാകാം. സോ സിവിയർ ആയിട്ടുള്ള ഡിസെമിനേറ്റഡ് ഇൻട്രാവാസ്കുലാർ കൊയാഗുലേഷൻ, DIC എന്ന് പറയുന്ന കണ്ടീഷൻസ് ഉണ്ടാകും. ബ്ലീഡിംഗ് ഉണ്ടാകും, ഹെമറേജ് ഉണ്ടാകും. ആൻഡ് ഇതിനൊപ്പം ടിഷ്യൂ പെർഫ്യൂഷൻ കുറയും. ടിഷ്യൂടെ ഹൈപ്പോ പെർഫ്യൂഷൻ, വളരെ കുറഞ്ഞ ബ്ലഡ് സപ്ലൈ ആണ്. ഹൈപ്പോ പെർഫ്യൂഷൻ ഉണ്ടാകും, സെൽ ഹൈപ്പോക്സിയ ഉണ്ടാകും, സെൽ ഡെത്ത് ഉണ്ടാകും. ആൻഡ് ഇതിനു മുമ്പ് മെറ്റബോളിക് ഡീഅറേഞ്ച്മെന്റ്സ് ഇൻസൈഡ് ദ സെൽ ഉണ്ടാകും, പുറത്തും ഉണ്ടാകുന്നുണ്ട്. ലാക്ടിക് ആസിഡോസ് ഉണ്ടാകും, ഹൈപ്പർഗ്ലൈസിമിക് സ്റ്റേജ് ഒക്കെ ഉണ്ടാകും, സ്ട്രെസ് ഹോർമോൺസ് ഒക്കെ കുറയും. സോ ഇതിനിടയിൽ ഇൻ ബിറ്റ്വീൻ ദിസ് ദർ വിൽ ബി ആന്റി ഇൻഫ്ലമേറ്ററി എഫക്ട് കൂടി ഉണ്ടാവുന്നുണ്ട്. ആന്റി ഇൻഫ്ലമേറ്ററി സ്റ്റേജ്, നമ്മൾ ഇൻഫ്ലമേറ്ററി സ്റ്റേജ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പക്ഷെ അതിനിടയിൽ ആന്റി ഇൻഫ്ലമേറ്ററി സ്റ്റേജ് ഉണ്ടാകുന്നുണ്ട്. ആൻഡ് പേഷ്യന്റ് ഈസ് ഓസിലേറ്റിംഗ് ബിറ്റ്വീൻ ഹൈപ്പർ ഇൻഫ്ലമേറ്ററി സ്റ്റേജ് ആൻഡ് ആന്റി ഇൻഫ്ലമേറ്ററി സ്റ്റേജ് ഉണ്ട്. ആൻഡ് ദീസ് ഓൾ കോസ് ടു ഓർഗൻ ഡിഫങ്ഷൻ ഉണ്ടാക്കും, ഓർഗൻ ഫെയിലിയർ, മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയർ ആണ് ഉണ്ടാക്കുക. സോ ദിസ് ഓൾ ലീഡ്സ് ടു ഡെത്ത്. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്ന ഒരു രീതി. ആൻഡ് രോഗിയിൽ ഇവിടെ ഏർലി ഒരു ആദ്യ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു ഹൈപ്പർ ഡൈനാമിക് സ്റ്റേജ് ആണ്. ഇവിടെ വാസോ ഡയലേഷൻ ആണ് ഉണ്ടാകുക. സോ ഇതുപോലെയാണ് സെപ്റ്റിക് ഷോക്കിൽ വാം ആയിട്ടുള്ളത്, അല്ലെങ്കിൽ പിങ്ക് ഓർ ഫ്ലഷ്ഡ് കണ്ടീഷൻ കാണുക. മറ്റേതിലൊക്കെ നമ്മൾ പറഞ്ഞത് കൂൾ, ക്ലാമി, സയനോട്ടിക് എന്നാണ് നമ്മൾ മറ്റേ ഷോക്കുകളിൽ പറഞ്ഞത്. ആൻഡ് ദെൻ ഏർലി കഴിഞ്ഞ പിന്നെ ലേറ്റർ ഹൈപ്പോഡൈനാമിക് സ്റ്റേജ് ആയിരിക്കും ഉണ്ടാവുക. ആ സമയത്ത് ഇൻക്രീസ്ഡ് വാസ്കുലാർ പെർമിയബിലിറ്റി കൂടും. അപ്പോഴത്തേക്ക് നീര് സംഭവങ്ങളൊക്കെ വരും. കിഡ്നി ഫംഗ്ഷൻ ഒക്കെ തകരാറിലായി കഴിഞ്ഞാൽ ഒലിഗൂറിയ, റീനൽ ഫെയിലിയറിലൊക്കെ എത്തും. സോ ഇവിടെ നമ്മൾ ഹൈപ്പോവൊളീമിക് കാർഡിയോജനിക് ഷോക്കിൽ പറഞ്ഞ പോലെ കൃത്യമായി പറയാവുന്ന സ്റ്റേജുകളില്ല. പറയണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് ഏർലി ഹൈപ്പർ ഡൈനാമിക് സ്റ്റേജ് ആൻഡ് ലേറ്റർ ഹൈപ്പോഡൈനാമിക് സ്റ്റേജ് എന്ന് വേണമെങ്കിൽ. അപ്പൊ നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. സോ നമ്മുടെ ശരീരത്തിലെത്തിയ മൈക്രോബ്സ് ഓർ മൈക്രോബിയൽ കോൺസ്റ്റിറ്റ്യൂവൻസ്, അവയുടെ സംഭവങ്ങൾ. നമ്മളുടെ ഇമ്മ്യൂൺ സെൽസ്, ഞാനിവിടെ ഇമ്മ്യൂൺ സെൽസ് എന്നേ പറയുന്നുള്ളൂ, ഏതൊക്കെ ഇമ്മ്യൂൺ സെൽസുകളാണെന്ന് പ്രത്യേകം പറയുന്നില്ല. സോ ഇവിടെ ഇന്നേറ്റ് ഇമ്മ്യൂൺ സെൽസ് നമുക്ക് എഴുതാം. ഇന്നേറ്റ് ഇമ്മ്യൂൺ സെൽസുമായിട്ട് കണ്ടുമുട്ടുന്നു അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യുന്നു. ആൻഡ് ഇവ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ദർ വിൽ ബി മാസീവ് ഔട്ട് പോറിംഗ് ഓഫ് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ്. സോ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ധാരാളമായിട്ട് റിലീസ് ചെയ്യുന്നു. ആൻഡ് ഇവ മൂലം പ്രധാനപ്പെട്ട ബ്രോഡായിട്ട് ഒരു 5 കാര്യങ്ങളാണ് ഉണ്ടാവുക. 1, they can increase inflammatory response ഭയങ്കരമായിട്ട് കൂട്ടാം. ആൻഡ് ഓൾസോ they can increase counter inflammatory അതിനെതിരായിട്ടുള്ള ആന്റി ഇൻഫ്ലമേറ്ററി റെസ്പോൺസും ഉണ്ടാക്കാം. 2, ബ്ലഡ് വെസൽസിലെ എൻഡോത്തീലിയൽ സെൽസിനെ ആക്ടിവേഷൻ ഉണ്ടാക്കാം. ഇഞ്ചുറി എന്ന് പറഞ്ഞാലും ആക്ടിവേഷൻ തന്നെയാണ്. 3ാമത്തത് ഒരു പ്രോകോയാഗുലൻ സ്റ്റേജ് ഉണ്ടാക്കാം. പ്രോകോയാഗുലൻ സ്റ്റേജ് ഈസ് ബിൽഡിംഗ് അപ്പ് ഇൻ അവർ ബോഡി. ആൻഡ് 4ാമത്തത് വിവിധ തരം മെറ്റബോളിക് അബ്നോർമാലിറ്റീസ് ഉണ്ടാകാം. മെറ്റബോളിക് അബ്നോർമാലിറ്റീസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാം. 5ാമത്തത് ദീസ് ഓൾ ക്യാൻ കോസ് സെൽ ഇഞ്ചുറി ഉണ്ടാക്കാം. സെൽ ഇഞ്ചുറി ഉണ്ടാക്കുന്നു, ഓർഗൻ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കും. ദിസ് ലീഡ്സ് ടു ഡെത്തിലേക്ക് കലാശിക്കും. സോ അപ്പോൾ നമ്മൾ ഓരോ പ്രോസസ് ആയിട്ടായിരിക്കും ഇനി പറയാം. ആദ്യം നമുക്ക് ഇൻഫ്ലമേറ്ററി ആൻഡ് കൗണ്ടർ ഇൻഫ്ലമേറ്ററി. സോ ഇൻഫ്ലമേറ്ററി ആൻഡ് കൗണ്ടർ ഇൻഫ്ലമേറ്ററി പ്രോസസ് ആണ് നമ്മൾ പറയാം. സോ ഇതിലെ ഫസ്റ്റ് ഹെഡിങ് എന്ന് പറയുന്നത് ആക്ടിവേഷൻ ആണ്. ആക്ടിവേഷൻ ഓഫ് ഇന്നേറ്റ്
ഇമ്മ്യൂൺ സിസ്റ്റം ആണ് നമ്മുടെ ഫസ്റ്റ് ഹെഡ്. സോ ഇവിടെ ബാക്ടീരിയൽ കോൺസ്റ്റിറ്റ്യുവന്റ് അല്ലെങ്കിൽ മൈക്രോബിയൽ കോൺസ്റ്റിറ്റ്യുവൻസ് അല്ലെങ്കിൽ അവയിലുള്ള സംഭവങ്ങൾ, ഉദാഹരണത്തിന് പാത്തോജൻ അസോസിയേറ്റഡ് മോളിക്കുലാർ പാറ്റേൺ പാംസ് അല്ലെങ്കിൽ ഡാമേജ് അസോസിയേറ്റഡ് മോളിക്കുലാർ പാറ്റേൺ ഡാംസ്. സോ ഇവ നമ്മുടെ ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റത്തിലുള്ള അല്ലെങ്കിൽ ഇമ്മ്യൂൺ സെല്ലിൽ അതിലെ ടോൾ ലൈക്ക് റിസപ്റ്ററിൽ വന്ന് ഒട്ടിച്ചേരുന്നു. സോ ഇത് പാംസ് ആണ് ഇവിടെ വന്ന് ഒട്ടിച്ചേരുന്നു, ഇത് ഡാംസ് വന്ന് പിടിക്കുന്നത് TLR ടോൾ ലൈക്ക് റിസപ്റ്റേഴ്സിലാണ്. ഇനി മറ്റു ചില ബാക്ടീരിയൽ പെപ്റ്റൈഡ്സ്, ഉദാഹരണത്തിന് നമുക്ക് ബാക്ടീരിയൽ പെപ്റ്റൈഡ്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ സി ടൈപ്പ് ലെക്റ്റിൻസ് അല്ലെങ്കിൽ ഡെക്റ്റിൻസ് എന്നവയെ വിളിക്കുന്നുണ്ട്. ഇവ വന്നൊട്ടിച്ചേരുന്നത് G പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്ററിലാണ്. ഓക്കെ, സോ ഇത് ഇവിടെ വന്ന് ഒട്ടിച്ചേരുന്നു, ഇത് ഇവിടെ വന്ന് ഒട്ടിച്ചേരുന്നു. സോ ഇവയുടെ ആക്ഷൻ മൂലം NFK ബീറ്റ ന്യൂക്ലിയർ ഫാക്ടർ കപ്പ ബീറ്റ എന്ന് പറയുന്ന സംഭവം ഇവിടെ ഉണ്ടായിരുന്നു ആയിരിക്കുക. അത് ന്യൂക്ലിയസിനകത്തേക്ക് പോകുന്നു, DNA ആക്ട് ചെയ്തിട്ട് അവ ന്യൂക്ലിയർ ട്രാൻസ്ലൊക്കേഷൻ നടത്തി ഇൻക്രീസ്ഡ് എക്സ്പ്രഷൻ ഓഫ് വേരിയസ് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ഉണ്ടാകുന്നു. ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സിന്റെ പ്രോട്ടീൻ സിന്തസിസ്, ആ സംഭവങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന സംഭവങ്ങൾ ഇന്റർലൂക്കിൻ 1 എഴുതാം, 12 എഴുതാം, 18 എഴുതാം, TNF എഴുതാം, ഇന്റർഫെറോൺ ഗാമ നമുക്ക് എഴുതാം. ദെൻ C റിയാക്റ്റീവ് പ്രോട്ടീൻ, ഇൻക്രീസ്ഡ് പ്രോകാൽസിറ്റോണിൻ, ദെൻ ഇൻക്രീസ്ഡ് ROS എഴുതാം, പ്ലേറ്റ്ലെറ്റ് ആക്ടിവേറ്റിംഗ് ഫാക്ടർ എഴുതാം, പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആൻഡ് അതർ മീഡിയേറ്റേഴ്സ് എല്ലാം എഴുതാം. ആൻഡ് ദീസ് ഓൾ മീഡിയേറ്റേഴ്സ് ക്യാൻ ആക്ട് ഓൺ എൻഡോത്തീലിയൽ സെൽസിലും ആക്ട് ചെയ്യാം. ഇത് ബ്ലഡ് വെസൽ ആണെങ്കിൽ ഇതാണ് എൻഡോത്തീലിയൽ സെൽ. സോ ഇവിടെയും ആക്ട് ചെയ്യുമ്പോൾ ഇതിൽ നിന്നും ധാരാളം മീഡിയേറ്റേഴ്സ് പോലുള്ള മീഡിയേറ്റേഴ്സ് റിലീസ് ചെയ്യുന്നു. സോ എൻഡോത്തീലിയൽ ആക്ടിവേഷൻ ഉണ്ടാക്കാം. എൻഡോത്തീലിയൽ ആക്ടിവേഷൻ മാത്രമല്ല, ഇൻക്രീസ്ഡ് ഇവിടെ വന്ന് ബ്ലഡ് സെൽസ് ഒക്കെ ഒട്ടിപ്പിടിക്കാനുള്ള അഡ്ഹഷൻ മോളിക്യൂൾസിന്റെ വർധന ഉണ്ടാക്കാം. അതർ സൈറ്റോകൈൻസ്, കീമോകൈൻസ് പോലെയുള്ള സംഭവങ്ങളും റിലീസ് ചെയ്യും. ഇനി ഈ മൈക്രോബിയൽ പ്രൊഡക്ട്സിന് തന്നെ ദീസ് തിങ്സ് ക്യാൻ ഇൻക്രീസ് കോംപ്ലിമെന്റ് സിസ്റ്റം ആക്ടിവേഷൻ. കോംപ്ലിമെന്റ് സിസ്റ്റം, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ കോംപ്ലിമെന്റ് സിസ്റ്റം ആക്ടിവേഷൻ ചെയ്യാം. ആക്ടിവേഷൻ ചെയ്യുമ്പോൾ കോംപ്ലിമെന്റ് കാസ്കേഡ്സ് ഉണ്ടാകും. ഏതൊക്കെയാണ്? അനാഫിലാറ്റോക്സിൻസ് ഏതൊക്കെയാണ്? C3A, C5A ലൈക്ക് സബ്സ്റ്റൻസ്, കീമോടാക്ടിക് സബ്സ്റ്റൻസസ് ലൈക്ക് C5A ഉണ്ടാക്കാം. ദെൻ ഒപ്സോണിൻസ് ലൈക്ക് C3B ഉണ്ടാക്കാം. സോ എല്ലാം കൂടുതൽ ഉണ്ടാക്കും. നമുക്കറിയാം ഇവയെല്ലാം ചേർന്നിട്ട് മെംബ്രെയിൻ അറ്റാക്ക് കോംപ്ലക്സ് ഒക്കെ ഉണ്ടാക്കി ആ സെല്ലിനെ നശിപ്പിക്കുന്ന പരിപാടികളാണ്. സോ ദീസ് ഓൾ ക്യാൻ ഇൻക്രീസ് പ്രൊഡ്യൂസ് എ പ്രോ ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ് ഉണ്ടാകുന്നു എന്ന് പറയാനാണ് ഞാൻ പറഞ്ഞത്. സോ ദീസ് ഓൾ ക്യാൻ പ്രൊഡ്യൂസ് എ പ്രോ ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ്. ആൻഡ് ഈ മൈക്രോബിയൽ പ്രോഡക്ട്സിന് തന്നെ ബ്ലഡിൽ ഇവിടെ ചെന്ന് കഴിയുമ്പോൾ ദിസ് ക്യാൻ ആക്ടിവേറ്റ് വാട്ട്? അതിന് ഫാക്ടർ 12 ആക്ടിവേറ്റ് ചെയ്യാം അല്ലെ. ഫാക്ടർ 12 ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇൻട്രിൻസിക് ക്ലോട്ടിംഗ് കാസ്കേഡിനെ ആക്ടിവേറ്റ് ചെയ്യാം. ആൻഡ് ആക്ടിവേറ്റഡ് എൻഡോത്തീലിയൽ സെൽസ്, ആക്ടിവേറ്റഡ് എൻഡോത്തീലിയൽ സെൽ അതിനും കൊയാഗുലേഷൻ സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യും. സോ കൊയാഗുലേഷൻ ചാൻസ് വർദ്ധിക്കുന്നു. അതിനെ നമ്മൾ പറയാ പ്രോ കൊയാഗുലന്റ് സ്റ്റേറ്റ് എന്നാണ് നമ്മൾ പറയുക. ആൻഡ് ഇതിനോടൊപ്പം തന്നെ കൊയാഗുലേഷൻ ഫാക്ടർ ആയിട്ടുള്ള ത്രോംബിൻ അല്ലെ, ഇവിടെയുള്ള ത്രോംബിനെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. വൈഡ് സ്പ്രെഡ് ആക്ടിവേഷൻ ഓഫ് ത്രോംബിൻ മൂലം എന്താണ് ആക്ടിവേറ്റ് ആവുക? ത്രോംബിൻ മൂലം പ്രോട്ടിയേസ് ആക്ടിവേറ്റഡ് റിസപ്റ്റേഴ്സ് PAR1 വഴി ത്രോംബിൻ ആക്ടിവേറ്റ്സ് ഇൻഫ്ലമേഷൻ. സോ ത്രോംബിനും ഇൻഫ്ലമേഷനെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഒരു ഇൻഫ്ലമേറ്ററി സ്റ്റേജ് ഉണ്ട്. ദെൻ ഓൾസോ ഒരു പ്രോ കൊയാഗുലൻ സ്റ്റേറ്റും ഇവിടെ രൂപപ്പെടുന്നുണ്ട്. സോ നൗ ഇപ്പോൾ ഒരു ഹൈപ്പർ ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ് ആണ് ഇവിടെ ഉള്ളത്. ഹൈപ്പർ ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ് രൂപപ്പെട്ടിരിക്കുക. സോ നൗ ദർ ക്യാൻ ബി എ ഷിഫ്റ്റ് ഇൻ പ്രോ ഇൻഫ്ലമേറ്ററി. ദാറ്റ് മീൻ TH1 മീഡിയേറ്റഡ് പ്രോ ഇൻഫ്ലമേറ്ററിയിൽ നിന്ന് TH2 മീഡിയേറ്റഡ് ആന്റി ഇൻഫ്ലമേറ്ററിയിലേക്ക്. ബിക്കോസ് ഏതും അധികമായി കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ശരീരത്തിലുണ്ടാകും. അങ്ങനെയുള്ള ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ആൻഡ് സൈറ്റോകൈൻസ് റിലീസ് ചെയ്യാനായിട്ട് തുടങ്ങും. സോ ഹൈപ്പർ ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ് ക്യാൻ ആക്ടിവേറ്റ് കൗണ്ടർ റെഗുലേറ്ററി. സോ നമ്മൾ കൗണ്ടർ റെഗുലേറ്ററി ആന്റി ഇൻഫ്ലമേറ്ററി ഓർ ഇമ്മ്യൂണോസപ്രസന്റ് മെക്കാനിസത്തിനെ ആക്ടിവേറ്റ്. സോ പ്രൊഡക്ഷൻ ഓഫ് ആന്റി ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ലൈക്ക് സോലുബിൾ TNF ഉണ്ടാക്കാം. ഇന്റർലൂക്കിൻ 1-നെതിരെയുള്ള സബ്സ്റ്റൻസസ് ഓർ മെക്കാനിസം, ഇന്റർലൂക്കിൻ 10 പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാം. ലിംഫോസൈറ്റ്സ് ക്യാൻ അണ്ടർഗോ അപ്പോപ്റ്റോസിസിന് വിധേയമാകും. സോ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ഒരു ആന്റി ഇൻഫ്ലമേറ്ററി സ്റ്റേജ് കൂടി രൂപപ്പെടുകയാണ്. സോ സെപ്റ്റിക് ഷോക്കിൽ രോഗി വിൽ ബി ഓസിലേറ്റിംഗ് ബിറ്റ്വീൻ പ്രോ ഇൻഫ്ലമേറ്ററി
ഇൻഫ്ലമേറ്ററി ആൻഡ് ആന്റി ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ്സിൽ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. സെപ്റ്റിക് ഷോക്കിൽ രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് എൻഡോത്തീലിയൽ സെൽ ആക്ടിവേഷൻ ആണ് നമ്മുടെ സെക്കൻഡ് ഹെഡിങ് നമ്മൾ പറഞ്ഞത്. ആൻഡ് ഇഞ്ചുറി ആണ്. എൻഡോത്തീലിയൽ സെൽസ് ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ, സപ്പോസ് ദിസ് ദ ബ്ലഡ് വെസൽ ആൻഡ് ദീസ് ആർ ദ എൻഡോത്തീലിയൽ സെൽ, ഇത് ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ സോ ദിസ് ക്യാൻ ലീഡ്സ് ടു ഇൻക്രീസ്ഡ് വാസ്കുലർ പെർമിയബിലിറ്റി. അല്ലെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സംഭവങ്ങൾ നടക്കും. ലീക്കേജ് ഓഫ് ബ്ലഡ് പ്ലാസ്മ ഉണ്ടാകും. ടിഷ്യൂവിൽ ഇവിടെ എഡീമ ഉണ്ടാകും. സോ ഇതുമൂലം ടിഷ്യൂ പെർഫ്യൂഷൻ കുറയുമോ? ടിഷ്യൂ പെർഫ്യൂഷൻ ഈസ് ഡിക്രീസ്. ആൻഡ് എൻഡോത്തീലിയൽ സെൽസിൽ നിന്നുള്ള ഇവിടെ നിന്നുള്ള രണ്ടാമത്തെ കേസ്, അവിടെ നിന്നുള്ള നൈട്രിക് ഓക്സൈഡ് ആൻഡ് ഇതിൽ നിന്ന് നൈട്രിക് ഓക്സൈഡ് റിലീസ് ചെയ്യുന്നുണ്ട്. ദെൻ C3A ഉണ്ട്, C5A ഉണ്ട്, പ്ലേറ്റ്ലെറ്റ് ആക്ടിവേറ്റിംഗ് ഫാക്ടർ. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ മൂലം ഇവിടെയുള്ള വാസ്കുലാർ സ്മൂത്ത് മസിൽസ്, ഇതിന് ചുറ്റുമുള്ള സ്മൂത്ത് മസിൽസ് എന്ത് ചെയ്യും? അത് ഡയലേറ്റ് ചെയ്യും. ഡയലേറ്റ് ചെയ്യുമ്പോൾ സിസ്റ്റമിക് ഹൈപ്പോടെൻഷൻ ആണ് ഫലം. സോ ഹൈപ്പോടെൻഷൻ വരുമ്പോൾ ഹൃദയത്തിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയും, ഹൃദയത്തിൽ നിന്ന് വരുന്ന ബ്ലഡ് കുറയും. ആൻഡ് എൻഡോത്തീലിയൽ സെൽ ഇഞ്ചുറി മൂലം മൈക്രോവാസ്കുലാർ ബ്ലഡ് വെസൽസ് ബിഗാൻ ടു ഡിസ്ഫങ്ഷൻ. ഇവിടെയുള്ള ബ്ലഡ് വെസൽ, ചെറിയ ചെറിയ ബ്ലഡ് വെസലുകൾ, അത് ഡിസ്ഫങ്ഷൻ നടക്കും. കാപ്പിലറീസിലൂടെയുള്ള ബ്ലഡ് ഫ്ലോ തടസ്സപ്പെടും. സോ അവിടെ സാധാരണ ഉള്ള ഒരു നോർമൽ ഓട്ടോ റെഗുലേഷൻ ഉണ്ട്. ഇവിടെ എത്ര ഓക്സിജൻ വേണം, എത്ര ബ്ലഡ് സപ്ലൈ ചെയ്യണം, അതനുസരിച്ച് ഇത് കൺട്രാക്ഷൻ റിലാക്സേഷൻ ഒക്കെ നടക്കുന്നുണ്ട്. സോ ദിസ് ഓട്ടോ റെഗുലേഷൻ പ്രോസസ് വർക്ക് ചെയ്യില്ല. സോ അപ്പോൾ വീണ്ടും ഓക്സിജൻ ഡെലിവറി നടക്കുന്നില്ല, കുറയും. സോ മൂന്നാമത്തെ കണ്ടീഷൻ മൈക്രോവാസ്കുലാർ ഡിസ്ഫങ്ഷൻ. സോ മൈക്രോവാസ്കുലാർ ഡിസ്ഫങ്ഷൻ നടക്കുന്നു. ദെൻ വാസ്കുലാർ സ്മൂത്ത് മസിൽസ് ഡയലേറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ എഡീമ ഉണ്ടാകുന്നുണ്ട് ബിക്കോസ് ഓഫ് ഇൻക്രീസ്ഡ് പെർമിയബിലിറ്റി. ഈ സെപ്റ്റിക് ഷോക്കിലെ മൂന്നാമത്തെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞത് ഇൻഡക്ഷൻ ഓഫ് എ പ്രോകോയാഗുലന്റ് സിറ്റുവേഷൻ. ഇൻഡക്ഷൻ ഓഫ് പ്രോകോയാഗുലന്റ് സ്റ്റേറ്റ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. സോ 50% സെപ്റ്റിക് ഷോക്ക് കേസുകളിലും ഡിസെമിനേറ്റഡ് ഇൻട്രാവാസ്കുലാർ കൊയാഗുലേഷൻ ഉണ്ടാകുന്നുണ്ട്, സാധ്യതയുണ്ട്, നടക്കുന്നുണ്ട്. സോ ഇതുണ്ടാവാനുള്ള കാരണം വൺ ഈസ് ഇൻക്രീസ്ഡ് സിന്തസിസ് ഓഫ് പ്രോകോയാഗുലന്റ് ഫാക്ടേഴ്സ് ഫ്രം എൻഡോത്തീലിയൽ സെൽസ്. എൻഡോത്തീലിയൽ സെൽസ് ഇഞ്ചുറിയായിട്ട് ബന്ധപ്പെട്ട് പ്രോകോയാഗുലന്റ് ഫാക്ടേഴ്സ് എൻഡോത്തീലിയൽ സെൽസ് ആൻഡ് ഓൾസോ ഫ്രം ദ മോണോസൈറ്റ്സ്, ഇവിടെ എത്തിയ മോണോസൈറ്റ്സിൽ നിന്നും ഇതുണ്ടാകുന്നുണ്ട്. വൺ ഈസ് ടിഷ്യൂ ഫാക്ടർ വളരെയധികം വർദ്ധിക്കുന്നുണ്ട്. രണ്ട്, ഇതോടൊപ്പം തന്നെ ആന്റി കൊയാഗുലന്റ് ഫാക്ടേഴ്സിന്റെ കുറവുണ്ട്. സോ ആന്റി കൊയാഗുലന്റ് ഫാക്ടേഴ്സ് കുറയുകയും ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ടിഷ്യൂ ഫാക്ടർ പാത്വേ ഇൻഹിബിറ്റർ TFPI, ത്രോംബോമോഡുലിൻ കുറയുന്നുണ്ട്, ദെൻ പ്രോട്ടീൻ C കുറയുന്നുണ്ട്. സോ ഇതെല്ലാം കുറയുകയാണ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഇൻക്രീസ്ഡ് ആന്റി ഫിബ്രിനോലിറ്റിക് എഫക്ട്സ് കൂട്ടുന്ന ആന്റി ഫിബ്രിനോലിറ്റിക് എഫക്ട് ബിക്കോസ് ഓഫ് PAI കൂട്ടുന്നു. പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ ഇൻഹിബിറ്റർ 1 എന്ന് പറയുന്ന സംഭവം കൂടുകയും കൂടി ചെയ്യുന്നുണ്ട്. ഇനി പ്രോകോയാഗുലന്റ് സ്റ്റേജ് ഉണ്ടാകാനുള്ള രണ്ടാമത്തെ കാരണം വാസ്കുലാർ ലീക്കേജ് ആണ്. വാസ്കുലാർ ലീക്കേജ് ആൻഡ് എഡീമ. ടിഷ്യൂ എഡീമ വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? സംഭവങ്ങളെല്ലാം ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും ഇവിടെ ബ്ലഡ് സ്റ്റാസ് ഉണ്ടാവും അല്ലെ, ഇവിടെയൊക്കെ നീര് കെട്ടിക്കിടക്കുകയാണ്. അപ്പൊ സ്റ്റാസിസ് ഉണ്ടാകും. സ്റ്റാസിസ് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? ഈ കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് എല്ലാം ഇവിടെ അക്യൂമുലേറ്റ് ചെയ്യും. ഇവിടെ നിന്ന് ഒഴുകി പോകുന്നത് കുറയും. ഔട്ട്ഫ്ലോ വിൽ ബി ഡിക്രീസ്ഡ് ഔട്ട്ഫ്ലോ എന്ന് നമുക്ക് എഴുതാം. സോ നമ്മൾ നേരത്തെ പറഞ്ഞ സിസ്റ്റമിക് ആക്ടിവേഷൻ ഓഫ് ത്രോംബിന്റെ സിസ്റ്റമിക് ആക്ടിവേഷൻ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ദിസ് പ്രൊഡ്യൂസസ് ഫൈബ്രിൻ റിച്ച് ആയിട്ടുള്ള ത്രോംബൈ നമ്മുടെ ശരീരത്തിന്റെ ബ്ലഡ് വെസലുകളിൽ എല്ലാം അടിഞ്ഞുകൂടും. അപ്പോൾ അതുവഴി വീണ്ടും ടിഷ്യൂ പെർഫ്യൂഷൻ കുറയും. ആൻഡ് ഓൾ ദീസ് കണ്ടീഷൻസ് അൾട്ടിമേറ്റ്ലി ഉണ്ടാക്കുന്ന കണ്ടീഷനാണ് ഡിസെമിനേറ്റഡ് ഇൻട്രാവാസ്കുലാർ കൊയാഗുലേഷൻ എന്ന് നമ്മൾ പറയും. ബിക്കോസ് കൊയാഗുലേഷൻ ഫാക്ടറിലെല്ലാം നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സ് വന്ന് ഒട്ടിച്ചേർന്നുണ്ടാകും. നമുക്ക് കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് ഒന്നും ഇനിയില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ ബ്ലീഡിംഗ് ആയിരിക്കും സംഭവിക്കും. സോ ബ്ലീഡിംഗ് ഉണ്ടാകും, ഹാമറേജ് ഉണ്ടാകും. സോ രക്തക്കുഴലുകളിലെല്ലാം എല്ലാ ഓർഗൻസിലും ചെറിയ ചെറിയ രക്തക്കട്ടകളും ബ്ലീഡിംഗും ആണ് സംഭവിച്ചത്. ഇതാണ് ഡിസെമിനേറ്റഡ് ഇൻട്രാവാസ്കുലാർ കൊയാഗുലേഷൻ. അടുത്ത പോയിന്റ് നമ്മൾ പറഞ്ഞത് മെറ്റബോളിക് അബ്നോർമാലിറ്റീസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മെറ്റബോളിക് അബ്നോർമാലിറ്റീസ് ഉണ്ടാകുന്നു. ഉദാഹരണം ഇന്റർലൂക്കിൻ 1, TNF alpha, TNF1. സോ ഇങ്ങനെയൊക്കെയുള്ള വളരെയധികം വർദ്ധിക്കുമ്പോഴത്തേക്കും ഇൻക്രീസ്ഡ് സ്ട്രെസ് ഹോർമോൺ അതൊക്കെയാണ്. കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് വർദ്ധിക്കുന്നു, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, കാറ്റക്കോളമീൻസ് വർദ്ധിക്കുന്നു, ദെൻ ഗ്ലൂക്കഗോൺ വർദ്ധിക്കുന്നുണ്ട്, ദെൻ ഗ്രോത്ത് ഹോർമോൺ. സോ ഇവയെല്ലാം കൂടുമ്പോഴത്തേക്കും ശരീരം കൂടുതൽ ഗ്ലൂക്കോസ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണ് എനർജിക്ക് വേണ്ടി. സോ ഗ്ലൂക്കോനിയോജെനിസിസ് ആണ് നടക്കുക. ഗ്ലൂക്കോനിയോജെനസിസ് ഉണ്ടാകുന്നു. സോ ഹൈപ്പർഗ്ലൈസീമിയ ഉണ്ടാകും. പക്ഷേ ഇതൊക്കെ ഇവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുക, നോട്ട് ഓൾ സെൽസ്. ഈ മറ്റ് പല പ്രോ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് വഴി സെല്ലിനകത്തേക്ക് ഗ്ലൂക്കോസ് കയറ്റേണ്ട GLUT4 പോലുള്ളവ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. സോ ഇതുണ്ടാകുമ്പോഴും ഹൈപ്പർഗ്ലൈസീമിയ തന്നെയാണ് ഉണ്ടാകും. സോ ഗ്ലൂക്കോസ് സെല്ലിനകത്ത് കയറാതെ ഹൈപ്പർഗ്ലൈസീമിക് കണ്ടീഷൻസ്
ഉണ്ടാക്കും. ഹൈപ്പർഗ്ലൈസമിക് കണ്ടീഷൻസിൽ ന്യൂട്രോഫിൽ ശരിയായിട്ട് പ്രവർത്തിക്കുകയോ ഇല്ല. സോ ന്യൂട്രോഫിലിന്റെ പ്രവർത്തനങ്ങൾ കുറയുന്നു. ന്യൂട്രോഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ബാക്ടീരിയസിഡൽ ആക്ഷൻ നടത്തേണ്ട സമയമാണ്. അത് തടസ്സപ്പെടുമ്പോഴത്തേക്കും ഇൻഫെക്ഷൻസ് കൂടുതലാകുന്നു. ഇനി സെപ്സിസിന്റെ തുടക്കത്തിൽ ധാരാളം ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ഉണ്ടായിരുന്നു. നമ്മളിവിടെ പറഞ്ഞു ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ഒക്കെ ധാരാളം എത്തി. അത് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് അഡ്രീനൽ ഗ്ലാൻസിൽ ലിപിഡ്സ് കുറയും. ലിപിഡ്സ് കുറയുമ്പോഴത്തേക്കും അഡ്രീനൽ ഇൻസഫിഷ്യൻസിയിലേക്കാണ് കാര്യങ്ങൾ പോകുക. അഡ്രീനൽ ഇൻസഫിഷ്യൻസി ഉണ്ടാകുന്നു. സ്റ്റിറോയിഡ്സ് പ്രൊഡക്ഷൻ. സ്റ്റിറോയിഡ്സ് നമുക്കറിയാം അത്യാവശ്യ സമയത്ത് വേണ്ടതാണ്. കൊർട്ടിസോൾ പോലെയുള്ളവ പ്രൊഡക്ഷൻ കുറയുന്നു. സോ അഡ്രീനൽ ഗ്ലാൻസിന് കൊർട്ടിക്കോസ്റ്റീറോയിഡ്സ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഇനി DIC ഒക്കെ ഉണ്ട്. DIC ആൻഡ് ബ്ലഡ് ഹൈപ്പോപെർഫ്യൂഷൻ മൂലം നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡ് അണ്ടർഗോ നെക്രോസിസ്. അഡ്രീനൽ ഗ്ലാൻഡ് നെക്രോസ് ഉണ്ടാക്കുന്നു. സോ രണ്ട് കാരണങ്ങൾ മൂലം, ഈ രണ്ട് കണ്ടീഷൻസ് മൂലം ഉണ്ടാകുന്ന ആ കണ്ടീഷൻ, ആ സിൻഡ്രോമിനെയാണ് നമ്മൾ വാട്ടർ ഹൗസ് ഫ്രൈഡ്റിക്സൺ സിൻഡ്രോം എന്ന് പറയും. സോ വാട്ടർ ഹൗസ് ഫ്രൈഡ്റിക്സൺ സിൻഡ്രോം ഉണ്ടാകുന്നു. സോ നെക്സ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞത് ഓർഗൻ ഡിസ്ഫങ്ഷൻ ഉണ്ടാകുന്നു എന്ന കാര്യമാണ്. സോ ഇപ്പോൾ എന്തൊക്കെയുണ്ട്? സിസ്റ്റമിക് ഹൈപ്പോടെൻഷൻ ഉണ്ട്, ഇൻഡസ്ട്രീഷ്യൽ എഡീമ ഉണ്ട്, മൈക്രോവാസ്കുലാർ ഡിസ്ഫങ്ഷൻ ഉണ്ട്, സ്മോൾ ബ്ലഡ് വെസൽസ് ത്രോംബോസിസ് ആണ്, ആൻഡ് ഓൾ അതർ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. സോ ഓക്സിജൻ സെല്ലുകൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഡിക്രീസ്ഡ് ഓക്സിജൻ ഡെലിവറി ടു സെല്ലുകൾക്ക് ഓക്സിജൻ കിട്ടുന്നില്ല. സോ സെല്ലുകൾ ആദ്യം ഓക്സിജൻ ലാക്റ്റിക് ആസിഡ് ഉണ്ടാക്കാൻ നോക്കും. സോ ലാക്റ്റിക് ആസിഡോസിസിലേക്കാണ് പോകുന്നത്. സെൽ ഇഞ്ചുറി പിന്നെയും കൂടുതലാകാം. മൈറ്റോകോൺട്രിയ ഡാമേജ് ആകുന്നു. മൈറ്റോകോൺട്രിയൽ ഡാമേജ് ഉണ്ടാകും. ഹൃദയത്തിലാണെങ്കിൽ മയോകാർഡിയൽ സെൽസിന്റെ കൺട്രാക്ടിലിറ്റി കുറയും. കൺട്രാക്ടിലിറ്റി കുറയുമ്പോൾ കാർഡിയക് ഔട്ട്പുട്ട് വീണ്ടും കുറയും ബിക്കോസ് ഓഫ് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ്. സെല്ലുകളിലുള്ള സോഡിയം പൊട്ടാസ്യം ATP പമ്പിന്റെ ആക്ഷൻസ് കുറയും. ATP പ്രൊഡക്ഷൻ കുറവാണ്. ദെൻ സെൽ മെംബ്രെയിൻ പൊട്ടാൻ തുടങ്ങും. ലൈസോസോമിൽ നിന്ന് സംഭവങ്ങൾ പുറത്തേക്ക് വരാൻ തുടങ്ങുന്നു. മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയർ ആണ് സംഭവം. സെല്ലുകൾ ഓരോ ഭാഗത്ത് നിന്ന് അടിക്കുമ്പോൾ മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയറിലേക്കാണ് പോവുക റിസൾട്ട്സ്. ലങ്ങിലാണെങ്കിൽ ലങ്സിൽ ARDS ആയിരിക്കും. അക്യൂട്ട് റെസ്പിറേറ്ററി ഡിപ്രഷൻ ആൻഡ് നമ്മൾ പറഞ്ഞത് ഷോക്ക് ലങ് എന്ന് പറയുന്ന കണ്ടീഷൻസ് ഉണ്ടാകാം എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. കിഡ്നിയിലാണെങ്കിൽ ഒലിഗൂറിയ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. റീനൽ ഫെയിലിയർ ഉണ്ടാകാം. ദെൻ ഓൾസോ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസസുകൾ ഉണ്ടാകാം. ലിവർ ആണെങ്കിൽ ഡാമേജ്ഡ് ആണ്. ഇൻക്രീസ്ഡ് ലിവർ എൻസൈംസ് ഉണ്ടാകാം. സോ എല്ലാം കൂടി ചേരുമ്പോൾ മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയർ ആണ് കാര്യങ്ങൾ. സോ ദിസ് ലീഡ്സ് ടു ഡെത്തിലേക്കാണ് സംഭവിക്കുക. സോ ബേസിക് ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെ കൊടുക്കണം? ആന്റിബയോട്ടിക്സ് നമുക്ക് കൊടുക്കണം. മൈക്രോ ഓർഗാനിസത്തിനെ കൊല്ലണം. IV ഫ്ലൂയിഡ്സ് നമുക്ക് കൊടുക്കണം ടിഷ്യൂ പെർഫ്യൂഷൻ മെയിൻ്റനൻസിന് വേണ്ടി. കാർഡിയക് പ്രസേഴ്സ് ലൈക്ക് ഡോപ്പമിൻ, ഡോബിറ്റമിൻ പോലെയുള്ള ആനോട്രോപ്സ് കൊടുത്തു കഴിഞ്ഞാൽ കാർഡിയക് ഔട്ട്പുട്ട് നമുക്ക് കൂട്ടാൻ പറ്റും. ഓക്സിജൻ സപ്ലിമെന്റൽ ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞാൽ ഇൻക്രീസ്ഡ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ് കൂട്ടാനായിട്ട് പറ്റും. സോ ദീസ് ആർ ദ ബേസിക് ട്രീറ്റ്മെന്റ്സ് നമുക്ക് കൊടുക്കാവുന്നത്. ആൻഡ് ഇനി ഫൈനലി ടോക്സിക് ഷോക്ക് സിൻഡ്രോം, അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞേക്കാം. സോ ദർ ആർ സർട്ടൻ സൂപ്പർ ആന്റിജൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. സൂപ്പർ ആന്റിജൻ, സോ ഇവയ്ക്ക് ബാക്ടീരിയൽ പ്രോട്ടീൻസ് തന്നെയാണ്. വിവിധ തരം T സെൽസിനെ പ്രോലിഫറേറ്റ് ചെയ്യാൻ പറ്റും. സോ പോളിക്ലോണൽ T സെൽ ആക്ടിവേറ്റർ ആയിട്ടുള്ള സംഭവങ്ങളാണ്. സോ ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന് വിളിക്കുക. ലൈക്ക് സെപ്റ്റിക് ഷോക്ക് പോലെ തന്നെയാണ്. സോ ഈ സംഭവങ്ങളെല്ലാം ഒരു ചാർട്ട്, ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളൊക്കെ ചാർട്ടായിട്ട് നമ്മുടെ റോബിൻസിലുണ്ട്. അത് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയുന്നില്ല. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.